ഹലോ, ഇന്ന് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൻ്റെ 35ാമത്തെ ഡേ ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഹെയർ പാക്കും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ഡേ ആണ്. അപ്പം നമുക്ക് ആ ഒരു കാര്യങ്ങളിലേക്ക് പോവാം കേട്ടോ. അപ്പം ഞാൻ ഇതിന് മുൻപായിട്ട് ഈ ഒരു ഹെയർ പാക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് തലേന്ന് നൈറ്റ് സ്കാൽപ്പിലേക്ക് വളരെ കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇപ്പോൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് മുടിയുടെ ലെങ്തിലേക്കും കുറച്ച് എണ്ണ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഇൻവേർഷൻ മെത്തേഡും കൂടി ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട്. അതായത് സവാള, ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ലെമണുമാണ് ആവശ്യമുള്ളത്. അപ്പോൾ സവാള ഒന്ന് ചെറിയ പീസസ് ആക്കി എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ട് ആ ഒരു ജ്യൂസ് അരിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലെമൺ ജ്യൂസ് ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 4 സ്പൂൺ ഒനിയൻ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 3 സ്പൂൺ ലെമൺ ജ്യൂസും കൂടിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇവ രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹെയർ പാക്ക്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ സ്കാൽപ്പിൽ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുടിയുടെ ലെങ്തിലേക്ക് ഈ ഒരു പാക്ക് ആവശ്യമില്ല, സ്കാൽപ്പിലേക്ക് മാത്രം മതിയാകും. പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അകാല നരയ്ക്ക് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ മുടിയിൽ ഒരു ഡാൻഡ്രഫിൻ്റെ പ്രശ്നങ്ങൾക്കും സ്കാൽപ്പിലുള്ള ഇഷ്യൂസിനും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്കും നമ്മുടെ മുടിക്ക് നല്ലൊരു കളറ് കൊടുക്കാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ മൊത്തത്തിൽ അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ പാക്കാണ് കേട്ടോ ഇത്. പിന്നെ നമ്മളിതിൽ യൂസ് ചെയ്തേക്കുന്ന ഒനിയൻ നമ്മുടെ മുടി വളർച്ചയ്ക്ക് പുതിയ മുടികൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ്. അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ മുടി കൊഴിച്ചിലുള്ള ആൾക്കാർക്കാണെങ്കിലും മുടി പോയ സ്ഥലത്ത് പുതിയ മുടികൾ വരാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒനിയൻ മാത്രമായിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിലും വളരെ നല്ലതാണ് കേട്ടോ ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ. അതായത് മുടി കൊഴിച്ചിലിനാണെങ്കിലും പോയ സ്ഥലത്ത് പുതിയ മുടികളെ വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒനിയൻ മാത്രമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അടിപൊളിയായിട്ട് വർക്കാവുന്ന ഒന്നാണ് കേട്ടോ ഈ ഒരു ഒനിയൻ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് തന്നിട്ടുള്ളതാണ് ഒനിയൻ. അപ്പം കഴിഞ്ഞ ചലഞ്ചിലൊക്കെ ഞാൻ ആ ഒരു ഒനിയൻ്റെ കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ഒനിയൻ അങ്ങനെ സ്യൂട്ടാകാത്ത ആൾക്കാർക്കാണ് ആ ഒരു പ്രശ്നമുള്ളത്. അപ്പോൾ ഒനിയൻ സ്യൂട്ടാകാത്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് അലോവേര ജെൽ എടുക്കാവുന്നതാണ്. അലോവേര ആണെങ്കിലും അടിപൊളിയായിട്ട് വർക്കാവുന്നതാണ് കേട്ടോ. പിന്നെ എല്ലാവർക്കും അലോവേര സ്യൂട്ടാകണമെന്നില്ല, അതുപോലെ തന്നെ ഒനിയനും എല്ലാവർക്കും സ്യൂട്ടാകണമെന്നില്ല. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിളായിട്ടുള്ളത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ റിസൾട്ട് തരുന്നത് അത് വേണം പിന്നെയും തുടർന്ന് ട്രൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് സ്കാൽപ്പിൽ ഫുള്ളായിട്ട് ഓരോരോ സെക്ഷൻസായിട്ട് എടുത്ത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ഏരിയയിലേക്ക് നിങ്ങൾക്ക് നെറ്റ് കയറലിൻ്റെ സ്ഥലങ്ങളിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഏത് ഹെയർ പാക്ക് എടുത്താലും അത് നല്ലോണം അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. മുടി പോയ സ്ഥലങ്ങളിലാണ് നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു ഹെയർ പാക്കുകളും കാര്യങ്ങളും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഇത് നമുക്കൊരു 1 മണിക്കൂർ തലയിൽ വെച്ചേക്കാം. അതിന് ശേഷം ഹെയർ വാഷ് ചെയ്യാം. വെറുതെ വെള്ളത്തിൽ ഹെയർ വാഷ് ചെയ്താൽ മതി, ഷാമ്പൂ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യൽ. അതിന് ശേഷം നിങ്ങൾക്ക് ഇന്നത്തെ നൈറ്റ് കിടക്കുന്നതിന് മുൻപായിട്ട് തലയിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ സ്കാൽപ്പിൽ മാത്രമായിട്ട് വളരെ കുറച്ച് ഓയിൽ എടുത്തിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കാം. അതിന് ശേഷം നാളത്തെ ഡേയിൽ നിങ്ങൾ കുളിക്കണതിൻ്റെ കുറച്ച് മുൻപായിട്ട് മുടിയുടെ ലെങ്തിലേക്കും കൂടി ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കുളിക്കാം. ഇനി നൈറ്റ് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾ പിറ്റേന്ന് കുളിക്കണ ആ ഒരു കുളിക്കണതിൻ്റെ 1 മണിക്കൂർ മുൻപായിട്ട് നിങ്ങൾക്ക് സ്കാൽപ്പിലേക്കും മുടിയുടെ ലെങ്തിലേക്കും വളരെ കുറച്ച് ഓയിൽ എടുത്തിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഹെയർ വാഷ് ചെയ്യാം കേട്ടോ. നാളെയും ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് വെറുതെ വെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി, ഷാമ്പൂ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യേണ്ട. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഡേയിലെയും നാളത്തെ ഡേയിലെയും കാര്യങ്ങൾ. പിന്നെ ഇൻവേർഷൻ മെത്തേഡ് എല്ലാ ദിവസവും നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ സ്കാൽപ്പിൽ ഫുള്ളായിട്ട് ഇപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുടി മേലെ കെട്ടി വയ്ക്കാം കേട്ടോ. അതിന് മുൻപായിട്ട് ഞാൻ ജസ്റ്റ് ഒരു മസാജ് കൊടുക്കും. എനിക്ക് എപ്പോഴും അത് ചെയ്ത് കൊടുക്കുന്ന ഒരു ശീലമായിപ്പോയി. അപ്പോൾ അത് നിങ്ങൾ വേണമെന്നില്ല, നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ ഈ ഒരു മസാജ് കേട്ടോ.
അപ്പോൾ അതിന് ശേഷം ഞാൻ മുടി മേലെ കെട്ടി വെച്ചിട്ട് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തു. അതിന് ശേഷം വെറുതെ വെള്ളത്തിൽ ഹെയർ വാഷ് ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. എല്ലാവർക്കും ടാറ്റാ ബൈ.